ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഡോഗ് ബോർഡിംഗ് സെൻറ്റർ ഇത്രയും നാൾ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊതുവായിട്ട് എല്ലാവരോടും പറയേണ്ട കാര്യമാണ്, നിങ്ങളുടെ ഡോഗ്സ് ഇപ്പോൾ ഒരു 7 months to 1.5 years എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര പോകുന്ന സമയം വരെ കാത്ത് നിൽക്കരുത് അവരെ ബോർഡിങ്ങിലാക്കാൻ വേണ്ടിയായിട്ട്. നിങ്ങൾ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ബ്രിങ് ദം ഹിയർ, ഒരു 3-4 ദിവസം ഇവിടെ കൊണ്ടാക്കുക. എങ്കിലേ നിങ്ങൾക്ക് നാളെ ഒരു ദിവസം 10 ദിവസം യാത്ര പോകുമ്പോഴത്തേക്ക് സമാധാനത്തിൽ പോകാൻ പറ്റത്തുള്ളൂ, അവർ ഫ്രണ്ട്ലി ആവത്തുള്ളൂ. നാളെ നിങ്ങളൊരു വെറ്റിനറി ഹോസ്പിറ്റലിലോട്ട് അവനെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ അവർ സോഷ്യലായിരിക്കണം. അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ ഡോക്ടറിനെയും കടിച്ച് അവിടെ ഉള്ള ഡോഗിനെയും കടിച്ചിട്ടായിരിക്കും വരുന്നത്. അതുമല്ല, അവൻ്റെ കഴുത്തിൽ ചോക്ക് ചെയിൻ ഇട്ടിട്ടായിരിക്കണം വെളിയിൽ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് അത്ര സേഫ് എൻവയോൺമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഹാർനസ് ഇടാം. അല്ലാത്ത ഒരു വെറ്റിനറി സെൻറ്ററിൽ പോകുമ്പോഴത്തേക്കും ഹാർനസ് വിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഹാർനസിൽ നിന്ന് ഈസി ആയിട്ട് ഊരിപ്പോയി അപ്പുറത്തെ പട്ടീനെ കടിച്ചു കൊന്നിട്ട് വരും. അതേപോലെ ചോക്ക് ചെയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സാധിക്കത്തില്ല, കഴുത്തിന് ഒരിക്കലും ഊരി പോകത്തില്ല, നമുക്ക് കൺട്രോൾ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, ദയവ് ചെയ്ത് അതൊന്നും അനിമൽ ക്രൂവൽറ്റി ആയിട്ട് എടുക്കരുത്. അത് നിങ്ങളുടെ അനിമലിൻ്റെ സേഫ്റ്റിയും ബാക്കിയുള്ള അനിമലിൻ്റെ സേഫ്റ്റിയും നാട്ടുകാരുടെ സേഫ്റ്റിക്കും വേണ്ടിയാണ്. ഓക്കെ, അതേപോലെ ഈ ഒരു പ്രായത്തിൽ തന്നെ അവനെ സോഷ്യലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അവന് ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യലൈസ് ചെയ്യിപ്പിക്കുന്ന ട്രെയിനിങ് മാത്രം മതി. ഓക്കെ, വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.